5 തലമുറകളായി നിങ്ങൾക്കൊപ്പം PRS ഹോസ്പിറ്റൽ. നമ്മുടെ മറുനാടൻ മലയാളി യൂട്യൂബ് ചാനലിൻ്റെ സാജൻ സ്കറിയെ ചീഫ് എഡിറ്റർ സാജൻ സ്കറിയെ അറസ്റ്റ് ചെയ്തു. സാജൻ സ്കറിയയുടെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അന്യായങ്ങളിലേക്കൊന്നും ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്, ഇന്ത്യൻ ഭരണഘടന അനുസരിച്ച് ഇന്ത്യൻ പൗരൻ എന്നുള്ള നിലയിൽ ഒരു മനുഷ്യാവകാശ ധ്വംസനം, ഒരു മനുഷ്യാവകാശ ലംഘനം ആ അറസ്റ്റിൽ നടന്നിട്ടുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരാളെ അറസ്റ്റ് ചെയ്യണം, പ്രത്യേകിച്ച് സാജൻ സ്കറിയ അറിയപ്പെടുന്ന ആളാണ്. അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ അദ്ദേഹത്തിന് നോട്ടീസ് കൊടുക്കാം, കേസിൻ്റെ ചാർജ് ഷീറ്റ് കൊടുക്കാം. ഇത് ജനുവരിയിലോ മറ്റോ നടന്നിട്ടുള്ളൊരു കേസാണ്, ജനുവരിയിൽ മറ്റോ കൊടുത്താണ്. ഇപ്പോൾ ഏപ്രിൽ മാസമാകുന്നു. രാത്രി 8 മണി വരെ അദ്ദേഹത്തെ ദൂരെ പോയി അദ്ദേഹം നാട്ടിലേക്ക് വരുന്നതിന് കാർ ട്രേസ് ചെയ്യുക, പുറകിൽ വരെ അദ്ദേഹത്തിന് അത് മനസ്സിലാവുക, എന്നെ പോലീസ് പിറകെ വരുന്നു എന്ന് മനസ്സിലാക്കുക. എന്നിട്ടും അദ്ദേഹം മറ്റെങ്ങും പോകാതെ വീട്ടിലേക്ക് തന്നെ പോയി. വയസ്സായ അച്ഛനും അമ്മയുമായി ആഹാരം കഴിക്കാൻ അദ്ദേഹം കയറുന്നു. അത് സാജൻ സ്കറിയ എന്നുള്ളതല്ല, ഏതൊരു ഇന്ത്യൻ പൗരനായാലും ഇതുപോലത്തെ ഒരു കേസ് ഒരു അപകീർത്തി കേസാണല്ലോ. അല്ലാതെ കൊലക്കേസ് ആണെങ്കിൽ പോലും, കൊലപാതക കേസ് ആയാൽ പോലും നമ്മൾ ചിന്തിക്കേണ്ടതാണ്. ഇതൊരു അപകീർത്തി കേസാണ്. കുറേ ദിവസങ്ങളായി കേസിൻ്റെ ചാർജ് ഷീറ്റ് തയ്യാറാക്കലും മറ്റു കാര്യങ്ങളൊക്കെ നടക്കുന്നു. സോഷ്യൽ മീഡിയയിലുള്ളൊരു അപകീർത്തിയാണത്, യൂട്യൂബിലൂടെയുള്ള ഒരു അപകീർത്തിയാണല്ലോ കേസ്. അതിൻ്റെ ശരിതെറ്റുകൾ അവിടെ നിൽക്കട്ടെ. അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് ഒരു സാമാന്യമായ ചില കാര്യങ്ങൾ കൂടി അന്വേഷിക്കാമായിരുന്നു. ഭക്ഷണം കഴിക്കാൻകൊണ്ടിരിക്കുക, അച്ഛനും അമ്മയ്ക്കും ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതൊന്ന് പൂർത്തീകരിക്കാം. ഭക്ഷണം കഴിച്ചിട്ടില്ലെങ്കിൽ അന്ന് ഭക്ഷണം കഴിച്ചോട്ടെ. വസ്ത്രം ഷർട്ടില്ലാതെ ഇരുന്നാണ് ഭക്ഷണമൊക്കെ എടുത്ത് അച്ഛനും അമ്മയ്ക്കും കൊടുക്കുന്നത്. അപ്പോൾ ഒന്ന് ഷർട്ട് ഇടാനുള്ളൊരു സൗകര്യം, ഷർട്ട് ഇടാനുള്ളൊരു സാഹചര്യം, ഇതൊക്കെ കൊടുക്കാം. അതുപോലെ തന്നെ ചാർജ് ഷീറ്റ്, ഈവൻ FIR തന്നെ കൊടുത്താലും കുഴപ്പമില്ല. എന്താണ് കേസ്? സാജൻ ചാനലുകളോടൊക്കെ പറയുന്ന കേട്ടു, എനിക്കറിയില്ല എന്താണ് കേസെന്ന്. അങ്ങനെ ഒരാളിനെ പിടിച്ചുകൊണ്ട് പോകാൻ കഴിയുമോ? അതും രാത്രിയുടെ അതിൻ്റെ ആവശ്യമില്ല. അത്രമാത്രം ഒരു വലിയ ഒരു ഭീകരവാദിയൊന്നും അല്ലല്ലോ. ഒസാമ ബിൻ ലാദനെയോ അല്ലെങ്കിൽ റാണയെയോ ഒക്കെ പിടിക്കുന്ന, കസബിനെയോ ഒക്കെ പിടിക്കുന്ന രീതിയിലുള്ള വളഞ്ഞിട്ട് ഇയാൾ ചാടിക്കളയും എന്ന് പറഞ്ഞ് അങ്ങനെ പിടിക്കുന്ന ഒരു കേസല്ലല്ലോ. അപ്പോൾ ഇതിൻ്റെ ഓരോ കേസിൻ്റെ മെരിറ്റ് അനുസരിച്ചും കൂടി പ്രവർത്തിക്കാൻ നമുക്ക് പോലീസിന് കഴിയണ്ടേ? പോലീസ് ഉപദ്രവിച്ചില്ല, തെറി പറഞ്ഞില്ല, വളരെ മാന്യമായിട്ടാണ് ഇടപെട്ടതെന്നൊക്കെ തീർച്ചയായിട്ടും സാജൻ പറഞ്ഞിരുന്നു. അതും അത്ര കണ്ട് പോലീസിനെ നമുക്ക് അഭിനന്ദിക്കേണ്ട കാര്യമാണ്. പോലീസ് തെറി പറഞ്ഞ്, സാധാരണ ചിലപ്പോൾ പലരും പറയാറുണ്ട്, പ്രതിയായി പിടിച്ചു കഴിഞ്ഞാൽ അവർ നമ്മളെ തല്ലി, സ്റ്റേഷനിൽ ചെന്നപ്പോൾ നടയടി അടിച്ചു, സ്റ്റേഷനിൽ അവിടെ ഇട്ടടിച്ചു, അല്ലെങ്കിൽ പിന്നെ കസ്റ്റഡിയിൽ വെച്ചു, വീട്ടിൽ നിന്ന് പിടിച്ചപ്പോൾ തല്ലി, തെറി പറഞ്ഞു എന്നൊക്കെ പറയാറുണ്ട്. പക്ഷേ ഇത് വളരെ മാന്യമായിട്ടാണ് സാജനോട് പെരുമാറിയെന്ന് സാജൻ പറഞ്ഞു. ഒരു ബഹളവും ഒന്നും ഉണ്ടാകില്ല. അപ്പോൾ അത്ര കണ്ട് പോലീസ് അതിൻ്റെ ഒരു വളരെ ഉയർന്ന നിലയിലാണ് പോലീസ് പ്രവർത്തിച്ചത്. പക്ഷേ ഈ അറസ്റ്റ് നമുക്ക് പകലാക്കാം. ഇത്രയും ദിവസം ആയൊരു കേസായതുകൊണ്ട്, അല്ലാതെ ഒരു ദിവസം രാവിലെ കണ്ട് പെട്ടെന്ന് വന്നൊരു കേസല്ലല്ലോ. തീർച്ചയായിട്ടും പകൽ ചെയ്യാമായിരുന്നു. എന്താണ് കേസെന്ന് പറയാമായിരുന്നു, ചാർജ് ഷീറ്റ് കൊടുക്കാമായിരുന്നു, FIRൻ്റെ കോപ്പി ഇടാമായിരുന്നു. അങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളിലൂടെ എന്താണ് താൻ അനുഭവിക്കാൻ പോകുന്ന അല്ലെങ്കിൽ തൻ്റെ പേരിലുള്ള കേസ് എന്നറിയാൻ ഏതൊരു പ്രതിക്കും അവകാശമില്ലേ? അല്ലാതെ ഒരാളിനെ വീട്ടിൽ ചെന്ന്, വരൂ നിങ്ങളുടെ പേരിലൊരു കേസുണ്ട്, നിങ്ങൾ ഉടനെ സ്റ്റേഷനിൽ വരണം എന്ന് പറഞ്ഞ് പിടിച്ചുകൊണ്ട് പോകുന്നതിൽ ഒരു അനൗചിത്യമില്ലേ? അതുപോലെ മൊബൈൽ വാങ്ങിയെന്ന് പറയുന്നു. മൊബൈൽ വാങ്ങിയാലും അദ്ദേഹത്തിന് വേണ്ടി വക്കീൽ അവിടെ വരും. പിടിച്ചു വന്നറിഞ്ഞാൽ അടുത്ത സെക്കൻഡിൽ അദ്ദേഹത്തിന് വേണ്ടി വക്കീലന്മാരാരെങ്കിലും വരുമല്ലോ, അല്ലെ വീട്ടുകാർ ബന്ധപ്പെട്ടവരെങ്കിലും വക്കീലിനെ കൊണ്ടുവരുമല്ലോ. അപ്പോൾ മൊബൈലിൽ ആരെങ്കിലും വിളിച്ചത് കൊണ്ടോ ഒന്നും സംഭവിക്കാനില്ല. പിന്നെ മൊബൈലിൽ എന്തെങ്കിലുമൊക്കെ ഡിലീറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടത് തീർച്ചയായിട്ടും വാങ്ങണം. എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, വക്കീലിനെ വിളിച്ച് പറയാനുള്ള അവസരം കൊടുക്കണം. കാര്യം ജാമ്യം എടുക്കണമല്ലോ, ഇത് കേസല്ലേ. അപ്പോൾ ഒരു പ്രതി പിടിക്കപ്പെട്ടാൽ വക്കീലിനെ വിളിച്ച് പറയാനുള്ള മിനിമം സമയമെങ്കിലും, അല്ലെങ്കിൽ ഞാൻ അറസ്റ്റിലായി എന്നുള്ള വിവരം മറ്റുള്ളവരെ അറിയിക്കാനും ഒക്കെ ഉള്ളൊരു സമയമൊക്കെ കൊടുക്കണം. അതൊക്കെ മനുഷ്യാവകാശമാണ്. ആ രീതിയിൽ നമുക്ക് കാര്യങ്ങൾ ചിന്തിക്കേണ്ടി വരും. അല്ലാതെ ഒരു ഭീകരവാദിയെ വെടിവെച്ച് കൊല്ലുന്നത് പോലെയുള്ള രാത്രിയിൽ ചെന്ന് കൊണ്ടുപോയ രീതി ശരിയായില്ല. അതിൽ വളരെ കൃത്യമായൊരു മനുഷ്യാവകാശ ധ്വംസനവും ഒരു മനുഷ്യാവകാശ ലംഘനവുമുണ്ട്. അത് പാടില്ലായിരുന്നു. അത് സാജൻ പറയുന്നതനുസരിച്ച് മുഖ്യമന്ത്രി ഓഫീസിൽ നിന്ന് ഇടപെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ DGP ലെവലിൽ ഇടപെട്ടു, അങ്ങനെ ആരുടെ ലെവലിലായാലും ഇതൊന്നും വ്യക്തിപരമായി തീർക്കേണ്ട വിഷയങ്ങളല്ല. ഒരു യൂട്യൂബർ ആവട്ടെ അല്ലെങ്കിൽ മീഡിയ പ്രവർത്തനാകട്ടെ ഭരണവ്യവസ്ഥയ്ക്കെതിരെ വർത്തമാനം പറയുന്നത് സ്വാഭാവികമായിട്ട് പറയും. അവർ ഭരണവ്യവസ്ഥയ്ക്കെതിരെ തന്നെയാണ് പറയുന്നത്. അത് പിണറായി വിജയനെതിരെയോ മോഡിക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ അല്ല പറയുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനെ പറയുമ്പോൾ ഗവൺമെൻറ്റിനെതിരെയാണ് പറയുന്നത്. സംസ്ഥാന ഗവൺമെൻറ് പറയുമ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റിനെതിരെയാണ് പറയുന്നത്. അല്ലാതെ പിണറായി വിജയൻ നാളെ പ്രതിപക്ഷ നേതാവായി
അല്ലെങ്കിൽ മോഡി അവിടെ നിന്ന് ഭരണത്തിൽ നിന്ന് മാറി മറ്റൊരു സ്ഥലത്ത് ഇരിക്കുമ്പോൾ അവരെ പറയാറില്ലല്ലോ. അത് വേറെ വ്യക്തിപരമായ കാര്യങ്ങൾ. അല്ലാതെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ പ്രധാനമന്ത്രി എന്നുള്ള നിലയിൽ പറയുമ്പോൾ, അല്ലെങ്കിൽ മന്ത്രിമാരെന്ന നിലയിൽ ആരോടെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ, അല്ലെങ്കിൽ ചീഫ് സെക്രട്ടറി എന്നുള്ള അങ്ങനെ വിവിധ രൂപത്തിൽ പറയുമ്പോൾ ആ പൊസിഷനിൽ ഇരിക്കുമ്പോഴുള്ള പ്രവർത്തികളെയാണ് പറയുന്നതെന്നുള്ള ഉയർന്ന നിലവാരമുണ്ട്. DGP ആയാൽ പോലും ആരായാലും, ഞാനിപ്പോൾ ഒരു വ്യക്തിപരമായ ആരെയും പറയുന്നില്ല, പക്ഷെ ആരായാലും അതൊരു വേറൊരു തലത്തിലേക്ക് മാറേണ്ടതുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഒരു മനുഷ്യാവകാശ ലംഘനം ഇതിനകത്ത് നടന്നിട്ടുണ്ട് എന്നാണ് പ്രാഥമികമായി വിലയിരുത്തുമ്പോൾ. അങ്ങനെ നടന്നിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ കഴിയുന്നതല്ല. മനുഷ്യാവകാശം സംരക്ഷിക്കപ്പെടുക തന്നെ വേണം.